ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ പാതോളജിയിലെ അടുത്ത എക്സാമിനേഷനായ CSF അനാലിസിസിനെ കുറിച്ചാണ്. ഓൾറെഡി നമ്മൾ യൂറിൻ അനാലിസിസ് എല്ലാം പഠിച്ചു കഴിഞ്ഞു, അതിൻ്റെ പല എക്സാമിനേഷൻസ് നോക്കിക്കഴിഞ്ഞു. ഇനി നമ്മൾ CSF അനാലിസിസിലേക്കാണ് പോകുന്നത്. CSF എന്താണെന്ന് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിൽ നമ്മൾ CSFനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. CSF മീൻസ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ എക്സാമിനേഷനാണ് ക്ലിനിക്കൽ പാതോളജിയിലെ അടുത്ത ടോപ്പിക് എന്നുള്ളത്. അപ്പോൾ CSF സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഇറ്റ് ഇസ് എ ക്ലിയർ വാട്ടറി ഫ്ലൂയിഡ് circulating in the subarachnoid space around brain and spinal cord. അതായത് ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും കവർ ചെയ്ത്, ദാറ്റ് ഈസ് നിങ്ങൾക്കറിയാം ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും കവർ ചെയ്ത ഒരു കവറിങ് ഉണ്ട്, അതാണ് മെനിഞ്ചൈറ്റിസ്. മെനിഞ്ചൈറ്റിസിന് 3 ലെയറുകളാണുള്ളത്. അപ്പോൾ അതിൽ 2 ലെയറുകൾക്കിടയിൽ കാണുന്ന സബ് അരക്കിനോഡ് സ്പേസിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്ലൂയിഡാണ് CSF എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ക്ലിയർ വാട്ടറി ഫ്ലൂയിഡ്. ക്ലിയർ ആണ്, വെള്ളം പോലെ ക്ലിയർ ആയിട്ടുള്ള വാട്ടറി ഫ്ലൂയിഡാണ് ഈ CSF. സർക്കുലേറ്റിംഗ് ഇൻ ദി സബ് അരക്കിനോഡ് സ്പേസ്, മെനിഞ്ചസിനിടയ്ക്കുള്ള സ്പേസാണ്. ആ സ്പേസിൽ ബ്രെയിനും സ്പൈനൽ കോഡിനും ചുറ്റുമായിട്ട് സർക്കുലേറ്റ് ചെയ്ത ഫ്ലൂയിഡാണ് ദി CSF എന്ന് പറയുന്നത്. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇനി CSFിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്, ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. CSF എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ഫ്രം ഇഞ്ചുറി. ഈ കവറിങ്, അല്ലാതെ ബോൺ കവറിങ് ഉണ്ട് ബ്രെയിനും സ്പൈനൽ കോഡിനും. അതുകൂടാതെ CSFിൻ്റെ ഈ കവറിങ്ങും, അതായത് ഒരു കുഷൻ പോലെ, ഒരു പ്രൊട്ടക്റ്റീവ് കുഷനായിട്ട് നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡിനെയൊക്കെ, സ്പൈനൽ കോഡ് മീൻസ് സുഷുമ്നാ നാഡി എന്ന് പറയുന്നത്, ഇതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ആയിട്ട് അല്ലെങ്കിൽ കുഷനായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ദിസ് ബ്രെയിനും സ്പൈനൽ കോഡും ഇഞ്ചുറി, ക്ഷതങ്ങളേൽക്കാതെ ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് കുഷൻ അല്ലെങ്കിൽ കവറിങ് ആയിട്ടാണ് CSF ആക്ട് ചെയ്യുന്നത്. ദെൻ CSFിലൂടെയാണ് നമുക്ക് ബ്രെയിനും സ്പൈനൽ കോഡും അതുപോലെ ബ്ലഡും തമ്മിലുള്ള ഒരു മീഡിയം ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. കാര്യം നമുക്ക് വേണ്ട സബ്സ്റ്റൻസുകളെല്ലാം CSFിലൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നതും എല്ലാം CSFിലൂടെ തന്നെയാണ്. ദിസ് ത്രൂ ബ്ലഡ്, പിന്നെ ബ്രെയിനും സ്പൈനൽ കോഡും തമ്മിൽ സബ്സ്റ്റൻസ് എക്സ്ചേഞ്ച് ചെയ്യുന്നുള്ള ഒരു മീഡിയമായിട്ടും ദിസ് CSF ആക്ട് ചെയ്യുന്നുണ്ട്. Then another function is CSF, it is used in the diagnosis of many disease. പല ഡിസീസിൽ നമ്മളിത് ഡയഗ്നോസ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. ലൈക്ക് ട്യൂമേഴ്സ് ആയിട്ടുള്ള ക്യാൻസേഴ്സ്, ദെൻ ആൻഡ് ഓൾസോ ഇൻ മെനിഞ്ചൈറ്റിസ്, ഇങ്ങനെയുള്ള കേസുകൾ, ബ്രെയിൻ ഇൻഫെക്ഷൻസിൽ ഈ മെനിഞ്ചസിനെ, ബ്രെയിനെ കവർ ചെയ്യുന്ന, ബ്രെയിനിലെ സ്പൈനൽ കോഡിനെ കവർ ചെയ്യുന്ന മെനിഞ്ചസിനുണ്ടാകുന്ന ഇൻഫെക്ഷൻസിനാണ് നമ്മൾ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെനിഞ്ചൈറ്റിസ് കേസുകളിൽ, പിന്നെ ബ്രെയിൻ എൻസെഫലൈറ്റിസ്, ദെൻ സ്പൈനൽ കോഡ് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, ഇതിലൊക്കെ നമ്മൾ ഡയഗ്നോസ് ചെയ്യാനായിട്ട് CSF യൂസ് ചെയ്യുന്നു. ഇത്രയൊക്കെയാണ് CSFിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് CSFിൻ്റെ കളക്ഷനാണ്. ഹൗ ഇറ്റ് ഈസ് കളക്റ്റഡ്. CSF കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതൊരു ഡിഫിക്കൽട്ട് പ്രൊസീജിയറാണ്. സാറിന് നമ്മൾ ബ്ലഡ് യൂറിന് കളക്ട് ചെയ്യുന്ന കൂട്ടം ഒരു നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. ഒരു വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലിനീഷ്യന് മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ CSFിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഡൺ ബൈ ആൻ എക്സ്പീരിയൻസ്ഡ് ക്ലിനീഷ്യൻ. നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് മാത്രമേ അത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം ബ്രെയിൻ സ്പൈനൽ കോഡിൽ നിന്നാണ് ഇത് കളക്ട് ചെയ്യുന്നത്, അതിന് ചുറ്റും നിന്നാണ് ഇത് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ കളക്ട് ചെയ്യുമ്പോൾ ഇത് രണ്ടിനും ഇഞ്ചുറി ഉണ്ടാകാതെ വേണം നമ്മളത് കളക്ട് ചെയ്യാൻ. ഇതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ കളക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് എങ്ങനെയാണ് ഇത് കളക്ട് ചെയ്യുന്നത്? ആൻഡ് കളക്ട് ചെയ്യുന്ന പ്രൊസീജിയർ പറയുന്ന പേരാണ് ലംബാർ പങ്ക്ചർ. ദിസ് ലംബാർ പങ്ക്ചർ, നോട്ട്സ് നോക്കണം എങ്ങനെയാണ് അത് വായിക്കുന്നത് എന്നുള്ള. ദിസ് ലംബാർ പങ്ക്ചർ എന്നാണ് പറയുന്നത്. ലംബാർ വെർട്ടിബ്രേ എന്ന് പറയുന്നത് നമ്മുടെ നട്ടിലിൻ്റെ നടുവിൻ്റെ ഭാഗമായിട്ട് വരുന്ന വെർട്ടിബ്രയാണ് ലംബാർ വെർട്ടിബ്രേ എന്ന്. അതിൻ്റെ 3rd-ഉം 4th-ഉം വെർട്ടിബ്രയ്ക്കിടയിലൂടെ നമ്മൾ നീഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, നീഡിൽ പറയുന്ന പേര് ലംബാർ പങ്ക്ചർ നീഡിൽ എന്നാണ്.
കുറച്ച് ലാർജ് സൈസ്ഡ് ആയിട്ടുള്ള നീഡിലാണ്. ആ നീഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സ്റ്റില്ലറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ CSF കളക്ട് ചെയ്യുന്നത്. വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സ്പൈനൽ കോഡ് ടച്ച് ചെയ്യാതെ അതിൻ്റെ പുറത്തുള്ള ഈ മെനിഞ്ചസിൽ നിന്ന് നമ്മുടെ ഈ ബോണിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഇത് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ വളരെ അസെപ്റ്റിക് പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ് ദിസ് ലംബാർ പങ്ക്ചർ. ലംബാർ വെർട്ടിബ്ര, 3rd and 4th ലംബാർ വെർട്ടിബ്ര, നമ്മുടെ ഒരു നടുവിൻ്റെ ഭാഗമായിട്ടൊക്കെ വരും. നമ്മൾ ഈ നീഡിൽ ഇൻസേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ CSF കളക്ട് ചെയ്യുന്നത്. വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ്. ഒരു ലോക്കൽ അനസ്തീഷ്യ അല്ലെങ്കിൽ അനസ്തറ്റിക് കൊടുത്തിട്ടാണ് നമ്മൾ പേഷ്യൻറ്റിന് ഇത് കളക്ട് ചെയ്യുന്നത്. കുറച്ച് പെയിൻഫുള്ളായിട്ടുള്ള പ്രൊസീജിയർ ആയതുകൊണ്ട്, കാരണം ഇത് ബോൺ പേഴ്സ് ചെയ്ത് പോകണമല്ലോ, അകത്തേക്ക് പോയിട്ടാണ് നമ്മൾ ഈ CSF കളക്ട് ചെയ്യുന്നത്. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ബ്ലഡൊന്നും മിക്സ് ചെയ്യാതെ വേണം നമ്മളിത് കളക്ട് ചെയ്യാൻ. So the CSF is collected by lumbar puncture using lumbar puncture needle. And it is collected after giving this local anesthesia, and this collected strict aseptic precautions, വളരെ നമ്മൾ സുരക്ഷാ മുൻകരുതലുകൾ എടുത്തിട്ടാണ് നമ്മൾ CSF കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് CSF കളക്ഷൻ. ഇത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിതിൻ 1 hour ഇതിൻ്റെ ഡയഗ്നോസിസ് അല്ലെങ്കിൽ ടെസ്റ്റിംഗ് നടത്തിയിരിക്കണം. ആൻഡ് ഇസ് കളക്റ്റഡ് ഇൻ 3 സ്റ്റെറൈൽ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്. ഗ്ലാസ് കണ്ടെയ്നേഴ്സ് അല്ല, പ്ലാസ്റ്റിക് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് 3 എണ്ണത്തിലാണ് നമ്മളിത് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ 3 ബോട്ടിലും ഓരോ പർപ്പസിന് വേണ്ടിയിട്ട് വേണം നമ്മളിത് കളക്ട് ചെയ്യുന്നത്. The first one is used for microbiological examination. ഒരെണ്ണം മൈക്രോബയോളജിക്കൽ എക്സാമിനേഷൻസ്, ഓർഗാനിസംസിനെയൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മൈക്രോബയോളജിക്കൽ എക്സാമിനേഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ട്യൂബ് നമ്മൾ സൈറ്റോളജിക്കൽ എക്സാമിനേഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. മൂന്നാമത്തെ ട്യൂബ് ബയോകെമിക്കൽ എക്സാമിനേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 3 മെയിൻ എക്സാമിനേഷനാണ്: മൈക്രോബയോളജിക്കൽ, സൈറ്റോളജിക്കൽ ആൻഡ് മൈക്രോസ്കോപ്പിക്കൽ അല്ലെങ്കിൽ സൈറ്റോളജിക്കൽ എക്സാമിനേഷൻ ആൻഡ് ബയോകെമിക്കൽ എക്സാമിനേഷൻസ്. ഇങ്ങനെയുള്ള എക്സാമിനേഷൻസിലൂടെയാണ് CSF കടന്നു പോകുന്നത്. ഫസ്റ്റ് അബൌട്ട് ദ ഫിസിക്കൽ എക്സാമിനേഷൻ, നമ്മൾ ജസ്റ്റ് അതിനെ നമ്മൾ നോക്കിക്കണ്ട് അതിൻ്റെ അപ്പിയറൻസും കളറും ഒക്കെ നോക്കുന്നതാണ് ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന്. ഫിസിക്കൽ എക്സാമിനേഷന് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് അതിൻ്റെ അപ്പിയറൻസ് ആണ്. അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് ഇറ്റ് ഈസ് ക്ലിയർ, വാട്ടർ പോലെ ക്ലിയർ ആണെന്ന് പറഞ്ഞതാണ്. ആൻഡ് ഇറ്റ് ബിക്കംസ് ടർബിഡ്, കലങ്ങി കാണും. വെൻ ദർ ഈസ് പ്രസൻസ് ഓഫ് ബാക്ടീരിയ, വെൻ ദർ ഈസ് RBC or when there is protein, ഇങ്ങനെ എക്സസ് ആയിട്ടുള്ള പ്രോട്ടീൻസ്, RBC, ബാക്ടീരിയ, WBC ഇതൊക്കെ വരുമ്പോഴേക്ക് ഇത് ടർബിഡായിട്ട് കാണുന്നതായിട്ട്, കലങ്ങി കാണപ്പെടുന്നതായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് CSF കിട്ടിയപ്പോൾ ജസ്റ്റ് ഒരു അപ്പിയറൻസ് നോക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആ കളറിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ അതിൻ്റെ ആ ക്ലാരിറ്റിയിലുള്ള വ്യത്യാസം, അതിൻ്റെ അപ്പിയറൻസിലുള്ള വ്യത്യാസം നമ്മൾ നോക്കാറുണ്ട്. വെദർ ഇറ്റ് ഈസ് ക്ലിയർ ഓർ ടർബിഡ്, ക്ലിയർ ആണോ അല്ലെങ്കിൽ ടർബിഡ് ആണോ എന്ന് നോക്കുന്നു. അതിനുശേഷം നമ്മൾ നോക്കുന്നത് അതിൻ്റെ കളറാണ്. നമ്മളറിഞ്ഞ ഇത് കളർലെസ്, നോർമലി വെള്ളം പോലെയാണ്, കളർലെസ് ആണെന്ന് പറഞ്ഞു. ആൻഡ് ദാറ്റ് ബിക്കംസ് യെല്ലോ ഇൻ ജോണ്ടിസ്. ജോണ്ടിസിൽ അത് യെല്ലോ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് ബ്ലഡി ആയിട്ട്, ബ്ലഡ് കളറായിട്ട് അല്ലെങ്കിൽ റെഡ് കളറായിട്ട് കാണുന്നുണ്ട്. ഇൻ ട്രോമ ഓർ ഇൻ ഓൾഡ് ഹെമറേജിലൊക്കെ വരാറുണ്ട്. ചെറിയ ബ്ലഡ് വെസൽസ് ബ്രേക്ക് ചെയ്യുന്ന കണ്ടീഷൻസിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ കളക്ഷൻ്റെ സമയത്ത് ബ്ലഡായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റെഡ് കളറായിട്ട് കാണാനായിട്ട് വരും. ദെൻ അതിൻ്റെ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കണ്ടീഷനാണ് ദിസ് കോബ്വെബ് ക്ലോട്ട് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് TB കേസിലാണ്, ട്യൂബർക്കുലസ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയും. അതിലൊരു പ്രത്യേകതയാണ് കോബ്വെബിൻ്റെ അപ്പിയറൻസ്. ഈ ചെലന്തി വല പോലെ ഒരു ക്ലോട്ട് ലൈക്ക് അപ്പിയറൻസ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ദിസ് മെനിഞ്ചൈറ്റിസ് ആണ്. ട്യൂബർക്കുലോസിസ് എന്ന് പറഞ്ഞാൽ ക്ഷയരോഗമാണ്. അതുണ്ടാക്കുന്ന ബാക്ടീരിയ ദറ്റ് ഈസ് മെനിഞ്ചൈറ്റിസ് ഉണ്ടാകുമ്പോൾ ട്യൂബർക്കുലസ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നു. അപ്പോൾ ആ മെനിഞ്ചൈറ്റിസ് കേസിൽ ഐ ക്യാൻ സീ കോബ്വെബ് അപ്പിയറൻസ്, ഈ ചെലന്തി വലയുടെ ഒരു ക്ലോട്ട് ലൈക്ക് അപ്പിയറൻസ് നമുക്ക് CSFൽ കാണാനായിട്ട് പറ്റും. ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി 1.003. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷനിലൂടെ നോക്കുന്നത്. ദറ്റ് ഈസ് അപ്പിയറൻസ്, കളർ, പിന്നെ ഈ പ്രത്യേക ചില അപ്പിയറൻസിൽ എന്തെങ്കിലും ചേഞ്ചുകൾ ഇതിൻ്റെ ഉണ്ടോ എന്നുള്ള, ഈ കോബ്വെബ് പോലെയുള്ള എന്തെങ്കിലും ചേഞ്ചസ് ഈ CSFൽ ഉണ്ടോ എന്ന് നോക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷനിലേക്ക് വരുന്നത്.
നെക്സ്റ്റ് ഈസ് മൈക്രോസ്കോപ്പിക്കൽ എക്സാമിനേഷൻ എന്നതാണ്. മൈക്രോസ്കോപ്പിക്കൽ എക്സാമിനേഷൻ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ദർ ഈസ് ടോട്ടൽ WBC കൗണ്ട് ആൻഡ് ഡിഫറൻഷ്യൽ WBC കൗണ്ട്. ഇത് രണ്ടും നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ള കേസുകളാണ്. ടോട്ടലും നമ്മൾ പ്രാക്ടിക്കലി ചെയ്തിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് ഇൻ ബ്ലഡ് എന്താണ് ടോട്ടൽ WBC കൗണ്ടും ആൻഡ് ഓൾസോ ദിസ് ഡിഫറൻഷ്യൽ WBC കൗണ്ടും. ടോട്ടൽ WBC കൗണ്ട് എന്ന് പറഞ്ഞാൽ ദി നോർമൽ ടോട്ടൽ WBC കൗണ്ട് ഇൻ CSF വളരെ കുറവാണ്. 0 to 5 സെൽസേ ഉള്ളൂ. 0 to 5 സെൽസ് പെർ ക്യൂബിക് മില്ലിമീറ്റർ ഓഫ് CSF വളരെ കുറവാണ്. 5 സെല്ല് വരെയൊക്കെ കാണത്തുള്ളൂ. ആൻഡ് മെയിൻലി ദേ ആർ ലിംഫോസൈറ്റ്സ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. CSFിലെ മെയിൻ സെൽ എന്ന് പറഞ്ഞാൽ മെയിൻ WBC എന്ന് പറഞ്ഞാൽ ലിംഫോസൈറ്റ്സ് ആണ്. നമ്മൾ സാധാരണ കഴിഞ്ഞ വർഷമൊക്കെ ചെയ്തിട്ടുള്ള പോലെ തന്നെയാണ് കൗണ്ടിങ് ചെയ്യുന്ന ഇംപ്രൂവ്ഡ് ന്യൂബാർ കൗണ്ടിങ് ചേമ്പറിൽ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. പ്രാക്ടിക്കൽ ഇംപ്രൂവ്ഡ് ന്യൂബാർ കൗണ്ടിങ് ചേമ്പറിൽ വെച്ച് സാധാരണ WBC കൗണ്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മളിവിടെ കൗണ്ട് ചെയ്യുന്നത്. അങ്ങനെ കൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് when there is increase in the number of WBCയുടെ നമ്പറിൽ ഇൻക്രീസ് കാണുകയാണെങ്കിൽ that shows some type of infections അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ് അങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ബ്രെയിൻ ഇൻഫെക്ഷൻസിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. then there is increased number this in infections like മെനിഞ്ചസിന് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആൻഡ് ഓൾസോ ഇൻ പോളിയോമയലൈറ്റിസ് കേസുകൾ. പോളിയോമയലൈറ്റിസ് എന്ന് പറഞ്ഞാൽ പോളിയോ നമ്മൾ ഷോർട്ടായിട്ട് പറയുന്നു. അതിൻ്റെ ഫുൾ ആയിട്ടുള്ള പോളിയോമയലൈറ്റിസ് എന്നാണ് പറയുന്നത്. നോട്ട്സ് നോക്കുക നിങ്ങൾ. പോളിയോമയലൈറ്റിസ് ദാറ്റ് ഈസ് പോളിയോ നമ്മൾ ജസ്റ്റ് ഷോർട്ടായി പറയുന്ന ഒരു വൈറൽ ഇൻഫെക്ഷനാണ്. അഫക്റ്റിംഗ് അവർ നെർവസ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു വൈറൽ ഇൻഫെക്ഷനാണ് ദിസ് പോളിയോ എന്ന് പറയുന്ന പോളിയോമയലൈറ്റിസ്. ഇതിലൊക്കെ WBCയുടെ കൗണ്ട് കൂടുന്നതായിട്ട് കാണും. അപ്പോൾ അങ്ങനെ ഇൻക്രീസ് നമ്പർ ഓഫ് WBC കാണുകയാണെങ്കിൽ നമ്മൾ അതിനെ ഡിഫറൻഷ്യൽ കൗണ്ടിനെ വിധേയമാക്കുന്നു. ഏത് സെൽസാണ് ഈ WBCയുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ അതിലേത് സെല്ലാണ് കൂടുതൽ എന്ന് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡിഫറൻഷ്യൽ കൗണ്ട് ചെയ്യുന്നത്. ഫോർ ദാറ്റ് നമ്മൾ ടോട്ടൽ കൗണ്ട് ചെയ്ത് ഈ സാമ്പിൾ അത് വെച്ചിട്ട് നമ്മൾ CSFനെ സെൻട്രിഫ്യൂജ് ചെയ്യുന്നു. സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് അതിൻ്റെ സെഡിമെൻ്റ് എടുത്ത് അതിൽ നിന്ന് നമ്മൾ സ്മിയർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം ഡിഫറൻഷ്യൽ കൗണ്ട് എന്താ, നിങ്ങൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുള്ളതാണ്. സ്മിയർ ഉണ്ടാക്കിയാണ് നമ്മളത് ചെയ്യുന്നത്. ദെൻ സെഡിമെൻറ്റിൽ നിന്ന് സ്മിയർ ഉണ്ടാക്കിയിട്ട് നമ്മൾ ലീഷ്മാൻ സ്റ്റെയിൻ ചെയ്തു. സാധാരണ ഡിഫറൻഷ്യൽ കൗണ്ട് ചെയ്യുന്ന പോലെ ലീഷ്മാൻ സ്റ്റെയിൻ ചെയ്തു. കൗണ്ട് നമ്പർ ഓഫ് WBCs ഈ WBCയുടെ എണ്ണം നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴേ നമ്മൾ നോക്കുമ്പോൾ ന്യൂട്രോഫിൽസിൻ്റെ എണ്ണമാണ് ഇൻക്രീസ്ഡ് ആയിട്ട് കാണുന്നതെങ്കിൽ ദാറ്റ് മീൻസ് അത് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വെദർ ദ നമ്പർ ഈസ് ഇൻക്രീസ്ഡ് ഇൻ ന്യൂട്രോഫിലിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്. വൈറൽ മെനിഞ്ചൈറ്റിസ് കുറച്ചുകൂടി ഇതായിട്ടുള്ളതാണ്. വൈറൽ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന കേസാണെങ്കിൽ ദർ വിൽ ബി ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ലിംഫോസൈറ്റ്സ് നമ്പർ ആയിരിക്കും വൈറൽ മെനിഞ്ചൈറ്റിസിൽ കൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏത് ടൈപ്പ് മെനിഞ്ചൈറ്റിസ് ആണ് നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഈ ഡിഫറൻഷ്യൽ കൗണ്ടിലൂടെ സാധിക്കുന്നു. അപ്പോൾ അതാണ് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബയോകെമിക്കൽ എക്സാമിനേഷനാണ്. ബയോകെമിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിനി അടുത്ത ടോപ്പിക്ക് വരുന്ന ബയോകെമിസ്ട്രിയാണ്. അപ്പോൾ അതിൽ നമ്മൾ ചില സബ്സ്റ്റൻസ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ CSFൻ്റെ കേസിൽ നോക്കുന്നത് ഗ്ലൂക്കോസ്, പ്രോട്ടീൻസ്, ക്ലോറൈഡ് ഇതൊക്കെയാണ് നോക്കുന്നത്. ബയോകെമിക്കൽ എക്സാമിനേഷൻസിൽ ഇതിൻ്റെയൊക്കെ നോർമൽ വാല്യൂസ് ചേഞ്ച് വന്നാൽ ദാറ്റ് മീൻസ് ദാറ്റ് ഷോസ് ഡിസീസസ്. ഇപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കുന്ന കമ്പോണൻസ് നോക്കുക. ഫസ്റ്റ് വൺ ഗ്ലൂക്കോസ്. ദി നോർമൽ വാല്യൂ നോർമൽ CSF ഗ്ലൂക്കോസ് CSF ആണ്. ഇറ്റ് ഈസ് 40 to 70 mg/%. ദ വാല്യൂ ഈസ് ഇൻക്രീസ്ഡ് ഇൻ ഡയബറ്റിസ് മെലിറ്റസ്. സാധാരണ പോലെ തന്നെ ഗ്ലൂക്കോസിൻ്റെ വാല്യൂ ഡയബറ്റിസ് മെലിറ്റസ് കൂടുന്നു. വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിന് അത്രയും ഇമ്പോർട്ടൻസ് ഇല്ല. എന്നാൽ ഡിക്രീസ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. കാരണം പല ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിലും ക്യാൻസർ, ബ്രെയിൻ ക്യാൻസർ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസിലും അതുപോലെ തന്നെ ബ്രെയിൻ ക്യാൻസേഴ്സിലെല്ലാം ഈ ഗ്ലൂക്കോസിൻ്റെ വാല്യൂ നമുക്ക് കുറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഗ്ലൂക്കോസ് വാല്യൂ കുറയുമ്പോഴാണ് കൂടുതൽ നമ്മൾ CSFൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് പ്രോട്ടീൻസാണ്. 15 to 45 mg/% ആണ് ദിസ് പ്രോട്ടീൻസിൻ്റെ അളവ്. ആൻഡ് ദാറ്റ് വാല്യൂ ഈസ് ഇൻക്രീസ്ഡ് ഇൻ മെനിഞ്ചൈറ്റിസ്.
പ്രോട്ടീൻ വാല്യൂ നമ്മൾ മെനിഞ്ചൈറ്റിക് കേസുകളിൽ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. ഇനി അടുത്തത് ക്ലോറൈഡ്സ് ആണ്. ക്ലോറൈഡ്സിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് ഡിക്രീസ്ഡ് ഇൻ ഓൾ ടൈപ്സ് ഓഫ് മെനിഞ്ചൈറ്റിസ്. ക്ലോറൈഡിൻ്റെ വാല്യൂ, ഈ ക്ലോറൈഡ് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ ദാറ്റ് കെൻ സീ ദേ ആർ ഡിക്രീസ്ഡ് ഇൻ ഓൾ ടൈപ്സ് ഓഫ് മെനിഞ്ചൈറ്റിസ്. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട് CSF. അപ്പോൾ CSFനെ കുറിച്ച് നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്താണ് CSF, ദെൻ അതിൻ്റെ ഇമ്പോർട്ടൻസ്, CSFൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഡയഗ്നോസിസിലെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞു, ദെൻ അതിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ്, ദെൻ കളക്ഷൻ, ലംബാർ പങ്ക്ചർ എന്നുള്ളതാണ് അതിൻ്റെ കളക്ഷൻ മെത്തേഡ്. അത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ഫില്ലപ്പ് ഒക്കെ ചോദിക്കുന്നതാണ് ലംബാർ പങ്ക്ചർ, ആൻഡ് ദാറ്റ് ഈസ് യൂസിങ് ലംബാർ പങ്ക്ചർ നീഡിൽ. എന്താണ് ലംബാർ പങ്ക്ചർ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദെൻ ഫിസിക്കൽ എക്സാമിനേഷൻ, ഫിസിക്കൽ എക്സാമിനേഷനിലൂടെ നമ്മൾ എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ കളർ ആൻഡ് അപ്പിയറൻസ്. ആൻഡ് ദെൻ പറഞ്ഞത് നമ്മൾ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ആയിരുന്നു. മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ബയോകെമിക്കൽ എക്സാമിനേഷൻ. അവിടെ നമ്മൾ ക്ലോറൈഡ്സിൻ്റെയും ഗ്ലൂക്കോസ് പ്രോട്ടീൻസ് ഇതൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ്. സോ ദാറ്റ് ഇസ് അബൌട്ട് CSF. ഓക്കെ, ഇന്നത്തെ ക്ലാസ് CSF ആയിരുന്നു. എല്ലാവർക്കും മനസ്സിലായി കാണുന്നതായിരിക്കുന്നു. ഓക്കെ, താങ്ക് യു.